വൈദികൻ ജനങ്ങൾക്കൊപ്പം ദൈവത്തെ ആരാധിക്കുന്നവനാണോ അതോ ജനങ്ങളുടെ ആരാധന സ്വീകരിക്കുന്ന ദൈവ മൂർത്തിയാണ്? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ദൈവാഭിമുഖ കുർബാനയിൽ വൈദികർ ഉൾപ്പെടെ വിശ്വാസ സമൂഹം മുഴുവൻ ദൈവത്തെ നേരിട്ട് മുഖത്ത് നോക്കി ആരാധിക്കുന്നു. ഇതിന് നേരെ വിരുദ്ധമായി വിമത പുരോഹിതർ നിർബന്ധിച്ച് നടത്തുന്ന ജനാഭിമുഖ കുർബാന പൗരോഹിത്വ മേധാവിത്വത്തിന്റെ അഹങ്കാരം തന്നെയാണ്. അതിൽ പുരോഹിതരാണ് ആരാധനാമൂർത്തിയായി ദൈവമായി അവതരിപ്പിക്കപ്പെടുന്നത്. തന്റെ സഭയോടുള്ള അവഹേളനമാണിത്, കർത്താവിനോടുള്ള അവഹേളനം കൂടിയാണ്. സഭയിലുള്ളവരെല്ലാം ഒരുമിച്ച് നടക്കുകയാണ്. അതാണല്ലോ സിനഡാലിറ്റി. ദൈവാരാധനയിൽ നാം ഒരുമിച്ച് നടക്കുക, ദൈവത്തിലേക്ക്, ദൈവത്തിനരികിലേക്ക്, സ്വർഗത്തിലേക്കുള്ള ഈ തീർത്ഥാടനത്തിൽ കാർമ്മികനും ശുശ്രൂഷികളും ഗായക സംഘവും വിശ്വാസികളും ജനവുമെല്ലാം ഒരുമിച്ച് ഒരേപോലെ ദൈവത്തിലേക്ക് നടക്കും. കുർബാന അർപ്പണത്തിൽ ഈശോയാണ് ഒരുമിച്ച് നടക്കലിന്റെ കേന്ദ്രം. കാർമ്മികന്റെ കാപ്പയുടെ പിന്നിലുള്ള സ്ലീവ കാണുമ്പോൾ ഇതാണ് ജനം മനസ്സിലാക്കേണ്ടത്, ദൈവമാണ് കേന്ദ്രം. അതാണ് അൾത്താരാഭിമുഖ കുർബാനയുടെ പ്രാധാന്യവും പവിത്രതയും. ഇത് മനസ്സിലാക്കാതെയാണ് വിമത പുരോഹിതർ സ്ലീവ മറച്ചു വെച്ച് ജനാഭിമുഖം ജനങ്ങളുടെ മുഖത്ത് നോക്കി കുർബാന ചൊല്ലാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അതാണത് ദൈവഹിതമല്ല, ദൈവവിരുദ്ധമെന്ന് പറയുന്നത്. ദൈവത്തേക്കുള്ള ആമുഖമായ തിരിഞ്ഞേൽപ്പ്, ജനങ്ങൾക്കൊപ്പം ദൈവ സാന്നിധ്യം പങ്കുവയ്ക്കുന്ന ദിശ, ഈ രണ്ട് നിയമാനുസൃത വഴികൾ ഉപേക്ഷിച്ച് മൂന്നാമത്തെ 50-50 എന്ന കൃത്രിമ കുർബാന വഴിയെ വിശുദ്ധ വിശ്വാസികളെ അവിടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് സഭാ പാരമ്പര്യത്തോടുള്ള വിശ്വാസ വഞ്ചന തന്നെയാണ്. ദൈവം സ്ഥാപിച്ച കുർബാനയെ മനുഷ്യൻ ഒരിക്കലും ചുരുക്കരുത്. ജനാഭിമുഖമെന്നും 20-20 അല്ലെങ്കിൽ 50-50 എന്നും ഒക്കെ പറഞ്ഞ് അതിനൊരു വികൃത രൂപം കൊടുക്കരുത്. ഐക്യരൂപവും എല്ലാം വിശ്വാസികളുടെ പുരോഹിതരുടെ ആത്മാവിൽ നിന്ന് പിറക്കേണ്ടതാണ്, അല്ലാതെ ഇതുപോലുള്ള സമവായ ഉത്തരവുകളിൽ നിന്നല്ല. കുർബാന ഇനിയും പറയുന്ന ഒരു പരീക്ഷണശാലയല്ല, അത് ദൈനംദിനം അർപ്പിക്കേണ്ട ഒന്നാണ്. ഇടതടവില്ലാതെ ഇടവേളകളിൽ അർപ്പിക്കേണ്ട ഒന്നാണ്. ഇപ്പോഴും ആരാധനാക്രമം ജനാഭിമുഖ വചന ശുശ്രൂഷയും അൾത്താരാഭിമുഖ കൂദാശയും തന്നെയാണ്. രണ്ടും ദൈവത്തിലേക്കുള്ള, ഈശോയിലേക്കുള്ള യാത്രയിൽ മുന്നിട്ട് നിൽക്കും. അതെ, കുർബാന ഒരു രാഷ്ട്രീയ സമവായ വേദിയുമല്ല. 50 അൾത്താരാഭിമുഖവും 50 ജനാഭിമുഖവും അതല്ല കുർബാന. കുർബാന വിശ്വാസത്തിന്റെ ഹൃദയ രക്തമാണ്, സഭയുടെ ശ്വാസമാണ്. ഈശോ മിശിഹ തന്നെ സ്ഥാപിച്ച ഒരു ദിവ്യ രഹസ്യമാണ് കുർബാന. വിശ്വാസികളെ ഐക്യത്തോടെ പിടിച്ചു നിർത്താനാണ് ഈ കുർബാന. കുർബാന അർപ്പിക്കാനാണ് വിശ്വാസികൾ ദൈവസന്നിധിയിലേക്ക് വരുന്നത്. കുർബാന അർപ്പിക്കുമ്പോഴാണ് ദൈവത്തെ ഓർക്കുന്നത്. ദൈവത്തേക്കുള്ള ആമുഖമായ തിരിഞ്ഞുനിൽപ്പും ജനത്തോടൊപ്പം ദൈവ സാന്നിധ്യം പങ്കുവയ്ക്കുന്ന ദിശയും, ഇത് രണ്ടും ആഗോള സഭയിൽ പൊതുവായ രണ്ട് രീതികൾ ഇത് മാത്രമാണ്. ഇവ രണ്ടിനും ശക്തമായ ദൈവശാസ്ത്ര അടിസ്ഥാനമുണ്ട്. പുരാതന പാരമ്പര്യത്തിന്റെ തുടർച്ചയുണ്ട്. സഭയുടെ ചരിത്രത്തിൽ ഇത് രണ്ടിനും വ്യക്തമായ സ്ഥാനമുണ്ട്. എന്നാൽ സിറോ മലബാർ സഭയിൽ അവതരിപ്പിക്കപ്പെട്ട 50-50 എന്ന സമവായ കുർബാനയ്ക്ക് ഇത്തരം ഒരു പാരമ്പര്യ അടിസ്ഥാനമേ ഇല്ല. വത്തിക്കാൻ II രേഖകളിൽ പോലും ഇത്തരം ഒരു ഐക്യത കുർബാനയില്ല. ലോകത്തെ ഒരു അപ്പസ്തോലിക സഭയുടെ ആരാധനാചാരങ്ങളിലും ഇതില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വേണ്ടത് അൾത്താരാഭിമുഖ കുർബാന തന്നെയാണ്. അത് ദൈവത്തെ ആരാധിക്കലാണ്. ദൈവാഭിമുഖ കുർബാനയിൽ വൈദികൻ ഉൾപ്പെടെ വിശ്വാസ സമൂഹം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നതാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓർക്കേണ്ടത്, വീണ്ടും പറയുന്നു, ഈ യാത്ര പുരോഹിതരും ശുശ്രൂഷികളും ഗായക സംഘവും വിശ്വാസികളും ജനവും ഒക്കെ ചേർന്നുള്ള യാത്രയാണ്. ദൈവത്തിലേക്കുള്ള യാത്ര, ദൈവത്തിന്റെ വഴിയിലേക്കുള്ള യാത്ര, സ്വർഗം തേടിയുള്ള യാത്ര. ആ വഴി നമ്മെ നയിക്കുന്നത് ഈശോയാണ്. ഈശോ നമ്മെ നയിക്കണമെങ്കിൽ നാം കുർബാന കൃത്യമായി അത് പറയുന്ന വിധം, ആര് പറയുന്ന വിധം? സഭ പറയുന്ന വിധമല്ല, ഈശോ കർത്താവ് പറയുന്ന വിധം തന്നെ കുർബാന അർപ്പിക്കണം. അതുകൊണ്ടാണ് ഈ കിടന്ന് വേളം വയ്ക്കുന്നത്, ഈ കിടന്ന് മുട്ടമ്പിൽ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണ്ടത് ജനാഭിമുഖമല്ല, നമുക്ക് വേണ്ടത് അൾത്താരാഭിമുഖ കുർബാനയാണ്. അൾത്താരാഭിമുഖ കുർബാന അർപ്പിക്കുന്ന വൈദികന്റെ സ്ലീവ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണിക്കുന്നത് തന്നെ ദൈവം അവിടെയുണ്ട്, ദൈവത്തോടാണ് ആ പുരോഹിതൻ സംവദിക്കുന്നത് എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാകാനാണ്. അല്ലാതെ പുരോഹിതൻ ദൈവരൂപിയായി വിശ്വാസികളുടെ മുഖത്തേക്ക് നോക്കി സംവദിക്കുകയല്ല വേണ്ടത്. കുർബാന സമയത്ത് പുരോഹിതൻ ചെയ്യേണ്ടത് അൾത്താരാഭിമുഖമായി കർത്താവിനെ നോക്കി, ഈശോയെ നോക്കി
പരിശുദ്ധ സിംഹാസനത്തിൽ മനസ്സിൽ ധ്യാനിച്ച് അൾത്താരാഭിമുഖമായി തന്നെ കുർബാന അർപ്പിക്കണം. എങ്കിൽ മാത്രമേ പിന്നിലിരിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ മനസ്സിലും ഉത്തമ വിശ്വാസവും സമർപ്പണവും ആത്മനിർവൃതിയും എല്ലാം ഉണ്ടാകുകയുള്ളൂ. കാരണം ഞങ്ങളും ഈ കുർബാനയിൽ പങ്കുകൊള്ളുന്നു. ആരാധനായി പിതാവ് അർപ്പിക്കുന്ന ഈ ദിവ്യ കുർബാനയിൽ ഞങ്ങളും ഒരുപോലെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും പങ്കാളിയാകുന്നു എന്ന് അവർക്ക് വിശ്വാസികൾക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ടാണ് വിശ്വാസികൾ തൊഴുത് കേണ് പ്രാർത്ഥിച്ച് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് ജനാഭിമുഖമല്ല, പുരോഹിതരെ നിങ്ങൾ ഞങ്ങളെ നോക്കി കുർബാന ചൊല്ലണ്ട, ഞങ്ങൾക്ക് വേണ്ടത് അൾത്താരാഭിമുഖ കുർബാന തന്നെയാണ്.